السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال سيدنا محمد صلى الله عليه وسلم: ما نحل والد ولدا أفضل من أدب حسن يا خير من دفنت بالقاء يعظمه فطاب من طيبهن القاع والأكم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت الحبيب الذي ترجى شفاعته على الصراط إذا ما زلت القدم فصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ പണ്ഡിതന്മാരെ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെ, പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംരംഭം ഇരു ലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്ന സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സന്തോഷദായകമായ കുടുംബജീവിതം നയിക്കാനും അവസാനം കുടുംബത്തോടൊന്നിച്ച് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ നമ്മുടെ ഈ പരിപാടി അള്ളാഹു കാരണമാക്കി തരുമാറാകട്ടെ. ദിവസങ്ങളായി പരിശുദ്ധമായി ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു കുടുംബ സംഗമമാണ്. ഒരു ഉത്സവഛായയോടുകൂടി ഈ മഹല്ലിലെ മുഴുവൻ സഹോദരങ്ങളും പങ്കെടുക്കുന്ന ഒരനുഗ്രഹീതമായ സദസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഏതാനും ചില സന്ദേശങ്ങളാണ് വളരെ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നന്മയുള്ളത് പറയാനും ജീവിതത്തിലേക്ക് പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കുടുംബം എന്ന മലയാള പദം തന്നെ വളരെ അർത്ഥഗർഭമാണ്. കൂടുമ്പോൾ
ഇമ്പമുള്ളത് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. വലിയ സന്തോഷവും അഭിമാനവുമാണ് ഏതൊരാൾക്കും അയാളുടെ കുടുംബത്തിന്റെ ആധിക്യം. പലപ്പോഴും നമ്മളെ പരിചയപ്പെടുത്താറുണ്ട്, ഈ കാണുന്നത് എന്റെ വീടാണ്, അതിന്റെ തൊട്ടപ്പുറത്തുള്ളത് ഞങ്ങളെ മൂത്താപ്പയുടെ പുരയാണ്, അപ്പുറത്ത് എളാപ്പന്മാരുണ്ട്, ഇപ്പുറത്ത് വേറെ ആളുകളുണ്ട്, ഈ ഏരിയ ഫുള്ളായിട്ട് ഞങ്ങളാണ് എന്ന് പറയുമ്പോഴേക്ക് നമ്മളൊക്കെ അങ്ങ് വലുതാകാറുണ്ട്. വലിയ കുടുംബമാണ് എന്ന് നമുക്കൊരു അഭിമാനമാണ്. അതോടൊപ്പം ഒരു ധൈര്യവും സ്ഥൈര്യവും സന്തോഷവുമാണ്. ആ കുടുംബാംഗങ്ങൾ ഒരുമിച്ചു ചേരുമ്പോൾ വല്ലാത്ത ഇമ്പവും ആനന്ദവും അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഈ കൂട്ടുസംരംഭത്തിന് കുടുംബം എന്ന പേര് മലയാളത്തിൽ തന്നെ വന്നിട്ടുള്ളത്. പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സമഗ്രമായ ജീവിത വ്യവസ്ഥിതിയാണ്. മനുഷ്യൻ ജനിച്ച് ആട്ടുതൊട്ടിലെത്തി മരിച്ചു മയ്യത്ത് കട്ടിലേക്ക് എത്തുന്നതുവരേക്കുമുള്ള സർവ ജീവിത നിയമങ്ങളും സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്ക് മനുഷ്യരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയും പെരുമാറ്റച്ചട്ടങ്ങളെയും വളരെ വിശദമായി ഇസ്ലാം മതം ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ രീതിയിൽ ഈ വിഷയത്തെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. ചില ആളുകൾ കുടുംബനാഥനായും കുടുംബിനിയായും അതുപോലെ മക്കളായും മരുമക്കളായും പല വൈവിധ്യമാർന്ന റോളുകളിൽ നാം കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. സന്തോഷദായകമായ ആനന്ദം കളിയാടുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറണമെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ബാധ്യതയും ഉത്തരവാദിത്വവും പഠിച്ചു മനസ്സിലാക്കുകയും അതിനനുസൃതമായ ദൗത്യം നിർവഹിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു സന്തുഷ്ട കുടുംബം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്നാമതായി കുടുംബ ബന്ധം എന്ന് പറയുന്നത് സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ബഹുമാനം കൽപ്പിച്ച ഒരു ബന്ധമാണ്. ആ ബന്ധത്തെ ഒരിക്കലും അറ്റുപോകാൻ അനുവദിക്കാതെ പരമാവധി വിളക്കിച്ചേർത്തുകൊണ്ട് മുന്നോട്ടു പോകുക എന്നതും ഈ ബന്ധത്തിലൂടെ നമുക്ക് ഭൗതികവും പാരത്രികവുമായി നേടാൻ കഴിയുന്ന നേട്ടങ്ങളെക്കുറിച്ച് ആമുഖം ചിന്തിക്കുന്നതും വളരെ നല്ലതായിരിക്കുമെന്ന് മനസ്സിലാക്കി കുടുംബബന്ധത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അർറഹിമു മുഅല്ലഖത്തും ബിൽ അർശ്. കുടുംബബന്ധം എന്ന് പറയുന്ന ആ സംവിധാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിത്രീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. കുടുംബബന്ധം എന്നത് അല്ലാഹുവിന്റെ അർശുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വഹിയ തഖൂൽ, എല്ലാ ദിവസങ്ങളിലും കുടുംബബന്ധം അല്ലാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മൻ വസലനീ വസലഹുല്ലാഹ്, അല്ലാഹുവേ എന്നെ ആരൊക്കെയാണോ വിളക്കി ചേർക്കുന്നത് അവരുടെ സർവ വിഷയങ്ങളും നീ കൂട്ടിച്ചേർത്തു കൊടുക്കണമേ. വമൻ ഖതഅനീ ഖതഅഹുല്ലാഹ്, കുടുംബമാകുന്ന എന്നെ ആരാണോ വിച്ഛേദിച്ചു കളയുന്നത് അവന്റെ സർവ സംരംഭങ്ങളെയും നീ തകർത്തു കളയണമേ. കുടുംബബന്ധം എന്നും അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണിതെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. കുടുംബബന്ധം നിലനിർത്തുന്നതിലൂടെ നാം ഇറങ്ങിത്തിരിച്ച സർവ സംരംഭങ്ങളുടെയും പൂർത്തീകരണമാണ് സാധ്യമാകുന്നത്. കുടുംബം തകർത്തുകൊണ്ട് നമ്മൾ എന്തിനിറങ്ങിയോ അത് പരിപൂർണമായ വിജയത്തിൽ കലാശിക്കാതെ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബാക്കളോട് ഒരു ചോദ്യം, സ്വഹാബ മൻ അഹബ്ബ
അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസരിഹി. നിങ്ങളെ കൂട്ടത്തിൽ രണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ ആർക്കാണ് താല്പര്യമുള്ളത്? ഒന്നാമത്തേത് അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, സാമ്പത്തികമായ അഭിവൃദ്ധി, പുരോഗതി ആർക്കാണ് ആഗ്രഹമുള്ളത്? നബി ചോദിക്കാം. ഈ ആഗ്രഹമില്ലാത്തവർ നമ്മളെ കൂട്ടത്തിൽ ആരും ഉണ്ടാവൂല. മനുഷ്യന്റെ പ്രകൃതിയുടെ തേട്ടമാണ് സ്വന്തമായ എന്തെങ്കിലും സമ്പാദിക്കണം. അത് നാട്ടിൽ നിന്ന് നടക്കൂലെങ്കിൽ വിദേശത്തേക്ക് വരെ ആളുകൾ പോകുന്നത് എന്തുകൊണ്ടാ? ഈ പ്രകൃതിപരമായ മോഹത്തിന്റെ പേരിലാണ്. എന്നാൽ ആ താല്പര്യമുള്ളവരെ നിങ്ങൾ കടന്നു വരിക, റസൂലുള്ളാഹി പറയാ. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട മനുഷ്യന്റെ മോഹമാണ് ദീർഘായുസ്, കൂടുതൽ കാലം ഭൂമിയിൽ താമസിക്കുക. ഇത് ആഗ്രഹമില്ലാത്തവരാരും ഉണ്ടാവില്ല. പരമാവധി ഒരു ദിവസവും കൂടി ആയുസ് നീട്ടിക്കിട്ടുമെങ്കിൽ സമ്പാദിച്ചതൊക്കെ ചെലവ് ചെയ്ത് നമ്മൾ ആ ആയുസ് വീണ്ടെടുക്കാൻ വേണ്ടി പരിശ്രമിക്കും. മരണം മണക്കുന്ന എന്തെങ്കിലും ഒരു രോഗം വരുമ്പോഴാണ് നമ്മളൊക്കെ ഇതിന്റെ പ്രകടനം കാണിക്കാറുള്ളത്. ബേജാറാകുക. സമ്പാദിച്ചത് മുഴുവനും ചെലവഴിച്ച് നമ്മൾ ചികിത്സിക്കും. മാത്രമല്ല അത് തീർന്നാൽ കടം വാങ്ങും, കടം കിട്ടാതായാൽ പിരിവെടുക്കും. എന്നിട്ടെങ്കിലും ഇവിടെ ജീവിക്കണം. ഇതെല്ലാവരുടെയും താല്പര്യമാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട മോഹങ്ങളുള്ള മനുഷ്യരെ വിളിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫല്യസിൽ റഹ്മഹു. ഈ രണ്ട് താല്പര്യങ്ങളും നേടാൻ മോഹമുള്ളവർ കുടുംബബന്ധം മാനമായി നിലനിർത്തട്ടെ. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, നിങ്ങളെ നാട്ടിൽ പഴയ കാലത്ത് നമുക്കൊക്കെ ഒരു 10, 30, 40 കൊല്ലം മുമ്പ് നമ്മളെയൊക്കെ നാട്ടിലുണ്ടായിരുന്ന വറുതിയും പ്രയാസവും, അന്നൊക്കെ നമ്മുടെ ഉപ്പമാരും ഉപ്പാപ്പമാരും ജീവിച്ച ബുദ്ധിമുട്ട് ഒരു പക്ഷേ പുതിയ തലമുറക്കറിയില്ല. നമ്മൾ ചോദിച്ചു പഠിക്കണം അവരന്ന് പ്രയാസപ്പെട്ടത് എങ്ങനെയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ വലിയൊരു പുരോഗതിയിലേക്ക് നമുക്ക് പോകാൻ ഉണ്ടായ ചരിത്രം നമ്മൾ പഠിച്ചാൽ, ഓരോ കുടുംബത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഏതോ ഒരാള് കടലൊക്കെ എടുത്തു ചാടി നീന്തിയിട്ടായിരിക്കും ആദ്യം ദുബായിൽ എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗൾഫില്. അങ്ങനെ അവിടെ ചെന്ന് ചെറിയൊരു പെട്ടിക്കട ആരംഭിച്ച് കുറച്ചൊക്കെ വളരെ കഷ്ടപ്പെട്ട് പിന്നെ അനുജന് ഒരു വിസ സംഘടിപ്പിച്ച് അവനെയും കൊണ്ടുപോയി. അതേ കൊണ്ടുവന്ന അനുജനെ ഇവന്റെ കടയിൽ അവൻ വെറുതെ പാർട്ണറാക്കി ചേർക്കുകയാണ്. അവനൊരു അധ്വാനമില്ല, മുതൽ മുടക്കില്ല. ഇവൻ വിമാനത്തിലാ വന്നത്, മറ്റേ ആള് പോയതോ അയാൾ പായക്കപ്പലിലോ മറ്റൊക്കെ പോയി നീന്തിയ ആളാണ്. എന്നിട്ട് വളരെ ഐക്യത്തോടുകൂടി പിന്നീട് ഇവരുടെ സമ്പാദ്യം അത് രണ്ടാൾക്കും ഒരുപോലെയാണ്. കുടുംബത്തിന്റെ ഏത് കാര്യം വരുമ്പോഴും രണ്ടാളും ഒന്നിച്ചെടുക്കുകയാണ്. ആർക്ക് ചികിത്സ വേണമെങ്കിലും ഒന്നിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ കുടുംബത്തെ വളരെ കഷ്ടപ്പെട്ട് കരുപ്പിടിപ്പിച്ച് വളർത്തി കൊണ്ടുവന്ന ആളുകളായിരിക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ അല്പമെങ്കിലും സാമ്പത്തിക ശേഷിയുള്ളവരെങ്കിൽ. ആരെങ്കിലും താഴോട്ട് കൂപ്പുകുത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ കുടുംബത്തെക്കുറിച്ച് പഠിക്കുക. പിശാച് ദുർബോധനം നടത്തിയിട്ടുണ്ടാവും ഒരു അവസരത്തിൽ. അവനോട് പറയടോ, നീയല്ലേ ഈ ഹോട്ടൽ ആരംഭിച്ചത്, നിന്റെ അഞ്ചനെ നീ വെറുതെ കൊണ്ടുവന്ന് പാർട്ണറാക്കിയതല്ലേ? എന്നാൽ അവനെ അങ്ങോട്ട് ഒഴിവാക്കിയാൽ ഇവിടെ കിട്ടുന്ന വരുമാനം പൂർണ്ണമായിട്ട് എനിക്ക് സ്വന്തം എടുത്തുകൂടെ? ഒരു ദുർബല നിമിഷത്തിൽ ഈ ദുർബോധനത്തിന് ഇവൻ വശംവദനായാൽ ഇവൻ പതുക്കെ ആ കുടുംബത്തിലെ മെമ്പറെ വേർപിരിച്ചയക്കുകയാണ്. ഇതോടെ നേരത്തെ അവന്റെ കടയിലേക്ക് വന്ന ആളുകളൊന്നും ഇപ്പം വരുന്നില്ല. അവൻ നേരെ താഴോട്ടാണ് അവന്റെ വരുമാനം പോകുന്നത്. ഈ അനുഭവം നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് പഠിച്ചാൽ തീർച്ചയായും കാണാൻ കഴിയും. ഏത് കുടുംബത്തിന് സാമ്പത്തിക പുരോഗതി ഉണ്ടായോ അവരെ കുടുംബത്തിന്റെ ഐക്യത്തിന്റെയും ഭദ്രതയുടെയും കഥ അതിന്റെ പിന്നിലുണ്ടാകും. സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുടുംബത്തിന് പുരോഗതി, സാമ്പത്തിക പുരോഗതി, അതിന് കുടുംബ ഭദ്രത വേണം. എങ്കിൽ നല്ല പുരോഗതി. അല്ലാത്ത സർവ്വ സംരംഭങ്ങളും പരാജയപ്പെടും. പെട്ടെന്ന് നമുക്ക് അഭിവൃദ്ധി ഉണ്ടെന്ന് തോന്നിയാലും പിന്നീട് അത് പരാജയത്തിൽ ചെന്ന് ആപതിക്കും തീർച്ചയാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ബന്ധം നമ്മൾ നിലനിർത്തുമ്പോൾ നമുക്കിപ്പോ ഒരു ശൈലിയുണ്ടെന്താ, ഇങ്ങോട്ടുണ്ടെങ്കിൽ നമ്മളും അങ്ങോട്ടുണ്ട്, അല്ലാതെ നമുക്കില്ല, നമുക്കാരെയും സേവല്ല. ഇപ്പൊ ഒരു അഹങ്കാരത്തിന്റെ സ്വരം നമ്മളൊക്കെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം സ്വയം പര്യാപ്തത എല്ലാവർക്കും ആയപ്പം നമുക്ക് തോന്നുകയാണ് ഇനി വേറെ ആരെയും സേവ വേണ്ട, ഒത്താശയൊന്നും വേണ്ടോ, ഓം പോണ പാട്ട് പോകട്ടെ. ഈ നയത്തിന്റെ ഭാഗമായി കുടുംബബന്ധം വേണോ? വേണം. ഇങ്ങോട്ടുള്ളവരോട് വേണം, അല്ലാത്തവനോട് വേണ്ട.
ഈ ശൈലിയും നമ്മൾ സ്വീകരിക്കരുത്. അള്ളാന്റെ റസൂല് പറയുന്നു, ലൈസൽ വാസിലു ബിൽ മുകാഫി, യഥാർത്ഥ കുടുംബബന്ധം പുലർത്തുന്നവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ബന്ധപ്പെടുന്നവനോട് മാത്രം അങ്ങോട്ട് ബന്ധപ്പെടുന്നവനല്ല. ഇന്നമൽ വാസിലുല്ലദി ഇദാ ഖുതിഅത് റഹിമുഹു വസലഹ, യഥാർത്ഥ കുടുംബം ബന്ധം പുലർത്തുന്നവൻ ആരാണ്? ഇങ്ങോട്ട് തെറ്റി നിൽക്കുന്നവനോട് അങ്ങോട്ട് നന്നാവാൻ മുൻകൈയെടുക്കുന്നവനാണ്. തെറ്റിയവനോട് അങ്ങോട്ട്. നമ്മളെ കല്യാണത്തിന് ഇക്കാക്ക വന്നില്ല, എന്നാ ഞാനും പോകുന്നില്ല, അങ്ങനല്ലേ മൊലിയാരെ വേണ്ടെന്ന് മൊലിയാരോട് ചോദിച്ചാൽ മൊലിയാരോ ആ പിന്നെ നിങ്ങൾ പോകണ്ട, അങ്ങനെയല്ല പറയണ്ടത്. ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലാ നിർബന്ധമായും പോകേണ്ടത്. നമ്മളെ കല്യാണത്തിന് ഇക്കാക്ക വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പോയിട്ടില്ലെങ്കിലും വേറെന്തെങ്കിലും ഒഴിവ് പറഞ്ഞാൽ ആ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. നമുക്ക് നിവൃത്തിയില്ലായിട്ട് പോവാതിരുന്നതാണെങ്കിൽ പോലും ഇക്കാക്ക നമ്മളെ കല്യാണത്തിന് വരാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലും പോയി കളയണം. അപ്പം ആരാണോ കുടുംബബന്ധം വിച്ഛേദിച്ചത് അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ആദ്യം നന്നാവാൻ പോയാൽ നമുക്ക് അതിൻ്റെതായ നേട്ടം ഉണ്ടാവും. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നൊരു സ്വഹാബി പറഞ്ഞു, നബിയെ ഇന്നലി ഖറാബ, എനിക്കൊരു കുടുംബക്കാരുണ്ട്, അസിലുഹും, ഞാൻ അവരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു, എന്നാൽ വഹും യഖ്തഊനി, അവര് ഞാനുമായുള്ള ബന്ധത്തെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെ കണ്ടാലും അവരോട് ചിരിക്കും, സലാം പറയും, വിവരങ്ങൾ അന്വേഷിക്കും, അവര് പ്രതികരിക്കുകയില്ല. ഞാൻ പിന്നെയും അവരുമായി ലോഹ്യത്തിന് പോകും. അപ്പോൾ ഫഹും യുജ്ഹിലൂനി, അവരെന്നെ ഒരു വിഡ്ഢിയായി കണക്കാക്കുന്നു നബിയെ. ഞാൻ ആ കുടുംബവുമായി ഇനിയും ലോഹ്യത്തിന് പോകേണ്ടതുണ്ടോ? അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി, സ്വഹാബി, താങ്കൾ പറഞ്ഞിലൂനമാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, അള്ളാഹു വിളക്കി ചേർക്കാൻ ആവശ്യപ്പെട്ട ബന്ധങ്ങളെ, വല്ലദീന യസിലൂനമാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, അള്ളാഹു വിളക്കി ചേർക്കാൻ ആവശ്യപ്പെട്ട ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നവർ ആണ് സത്യവിശ്വാസികൾ എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ആമുഖമായി പറയുന്നത്, ഈ ബന്ധം ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും നമുക്കൊട്ടേറെ നേട്ടങ്ങൾ നൽകുന്ന ഒരു ബന്ധമാണ്. അതിൽ വിള്ളലില്ലാതെ, പൊട്ടിത്തെറിയില്ലാതെ, അസരസ്യങ്ങളില്ലാത്ത സന്തുഷ്ടമായ ഒരു കുടുംബം അത് നമുക്ക് കെട്ടിപ്പടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സന്തോഷകരമായ കുടുംബത്തിനു വേണ്ടി പരിശുദ്ധ ഇസ്ലാം ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഒന്നാമതായി, കുടുംബത്തിന്റെ അടിത്തറ ആണും പെണ്ണുമാണ്. ഇതില്ലാത്ത ഒരു വസ്തു ഈ ഭൂമിയിലില്ല. ഭൂമിയുടെ പല അത്ഭുതങ്ങളിൽ ഒന്നാണ്, എല്ലാ വസ്തുക്കളിലും അള്ളാഹു ഇണയെയും തുണയെയും സൃഷ്ടിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീനിൽ ഈ വസ്തുത അള്ളാഹു വിശദീകരിച്ചു. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അള്ളാഹു എത്ര സ്തുതിച്ചാലും മതിയാവാത്തവനാണ്. അത്ര വലിയ അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലൊന്ന് അല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, ഭൂമിയിൽ സർവ വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. മിമ്മാ തുംബിതുൽ അർള്, ഭൂമി മുളപ്പിക്കുന്ന സസ്യലതാദികൾ മുതൽ, വമിൻ അൻഫുസിഹിം, മനുഷ്യരിലും, വമിമ്മാ ലാ യഅലമൂൻ, അവർക്ക് അപരിചിതമായ സർവ വസ്തുക്കളിലും ആണിനെയും പെണ്ണിനെയും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ രണ്ട് വർഗങ്ങളായി മനുഷ്യനെ പഠിച്ചത്? അഥവാ കുടുംബമായി സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്താണ്? ഇവിടെ നാം ചിന്തിക്കുമ്പോൾ മനുഷ്യേതര ജീവജാലങ്ങളെയും അചേതന വസ്തുക്കളെയും ഒക്കെ ആണും പെണ്ണുമായി പടച്ചതിന്റെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. അത് മറ്റൊന്നുമല്ല, അള്ളാഹു ഉദ്ദേശിച്ച കാലം വരെ അവയുടെ പരമ്പര ഈ ലോകത്ത് നിലനിൽക്കണം. അതിന് ശാസ്ത്രീയമായ പ്രജനന സംവിധാനം എന്ന നിലക്കാണ് എല്ലാ വസ്തുക്കളിലും ആണിനെയും പെണ്ണിനെയും പടച്ചത്. ഇത് മനുഷ്യരിൽ നമ്മൾ കാണുന്നു. അതുപോലെ മൃഗങ്ങളിലും ഒട്ടേറെ നമുക്ക് കണ്ടാൽ തിരിയും ആണും പെണ്ണിനെയും. പക്ഷികളിലും നമുക്ക് മനസ്സിലാവുന്നത് മനസ്സിലാകാത്തതുകൊണ്ട് ആണും പെണ്ണും ഉണ്ട്.
ഇതുപോലെ സസ്യങ്ങളിൽ ആണും പെണ്ണുമുണ്ട്. ഒരു തെങ്ങ് ആണ്, മറ്റൊരു തെങ്ങ് പെണ്ണ് എന്ന അർത്ഥത്തിലല്ല. ഒരു തെങ്ങിൽ നിന്ന് പൂക്കുല പുറത്തു ചാടുമ്പോൾ ആ പൂക്കുലയിൽ രണ്ടു തരത്തിലുള്ള പുഷ്പങ്ങളുണ്ട്, ആൺപുഷ്പവും പെൺപുഷ്പവും. ആൺപുഷ്പത്തിന്റെ പൊടി പെൺപൂവിലെത്തുന്നു തേനീച്ച പോലുള്ള പ്രാണികൾ മുഖേനയും പ്രത്യേക കാറ്റ് മുഖേനയും. അതാണ് പിന്നീട് തേങ്ങയായി മാറുന്നത്. ആൺപൂവിന്റെ ഡ്യൂട്ടി കഴിഞ്ഞതോടെ അത് താഴെ വീഴാൻ. കാരണം അവരെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ? പ്രത്യുൽപാദനം. ഇത് മാത്രമാണ്. ആടുകൾ നമ്മുടെ തീന്മേശയിൽ എന്നും വേണം. കോഴി കുറ്റിയേറ്റു പോകാൻ പാടില്ല. അതിന്റെ പരമ്പര നിലനിൽക്കാൻ ആണും പെണ്ണും അവരിൽ അല്ലാഹു സൃഷ്ടിച്ചു. എന്നാൽ നാം മനുഷ്യരെ എന്തിനു വേണ്ടിയാണ് ആണും പെണ്ണുമായി അല്ലാഹു പടച്ചത്? ഒരു ലക്ഷ്യം ഇതുതന്നെയാണ്. ഖിയാമത്ത് നാൾ വരെ മനുഷ്യവംശം ഈ ലോകത്ത് നിലനിൽക്കണം. അതിന് പ്രജനനവും പ്രത്യുൽപാദനവും നടക്കണം. അതിന് ഇണയും തുണയും വേണം. ഒന്ന്. എന്നാൽ ഇതര ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേക ലക്ഷ്യം മനുഷ്യരെ ആണും പെണ്ണുമായി പടച്ചതിന്റെ പിന്നിൽ വേറെയും ഉണ്ടെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതെന്താണ്? അല്ലാഹു പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ. അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങൾക്കുള്ള ഇണകളെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ അല്ലാഹു സൃഷ്ടിച്ചു തന്നു. ഏതൊരു പെണ്ണിനും ലോകത്ത് വിളിച്ചു പറയാം, ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള സർവ്വ പുരുഷന്മാരും ഞങ്ങൾ സ്ത്രീകൾ പ്രസവിച്ചിട്ടുള്ളവരാണ്. ആണുങ്ങൾക്കും അവകാശപ്പെടാം, ഇവിടെയുള്ള ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവരും ഞങ്ങൾ ആണുങ്ങളുടെ മക്കളാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇണകളെ അല്ലാഹു പടച്ചത് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഇണകളെ അല്ലാഹു സൃഷ്ടിച്ചത്? ലിതസ്കുനൂ ഇലൈഹാ. നിങ്ങൾ ജീവിതത്തിൽ ശാന്തി തേടി, സമാധാനം തേടി, സന്തോഷം തേടി കയറിച്ചെല്ലാൻ വേണ്ടിയാണ്. ആണിന് തന്റെ ജീവിത ചൂട് ഇറക്കി വെക്കാനുള്ള അത്താണിയാണ് ഭാര്യയെങ്കിൽ ഒരു ഭാര്യക്ക് അവളുടെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ഉരുകി ഒലിച്ചു പോകേണ്ടത് ഭർത്താവിന്റെ സാന്നിധ്യത്തിലാണ്. ഇത് ഇതര ജീവികൾക്കൊന്നുമില്ലാത്ത ഒരു ജീവിത ലക്ഷ്യമാണ്. എന്തുകൊണ്ട്? മനുഷ്യേതര ജീവികളെ സംബന്ധിച്ചിടത്തോളം അവരാരും ഇവിടെ അസ്വസ്ഥരായി കഴിയുന്നില്ല. അവർക്കൊന്നും നമ്മളെപ്പോലെയുള്ള ടെൻഷനുകളോ പ്രാരാബ്ദങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ല. കാരണം അവയെല്ലാം വിരിച്ചതിൽ ഉറങ്ങാനും വിളമ്പിയത് ഉണ്ണാനും വിധിക്കപ്പെട്ടവരാണ്. അവരെ ലോകത്ത് പ്രത്യേകമായ നിയമങ്ങളില്ല, നിയന്ത്രണങ്ങളില്ല. അവർ സർവതന്ത്ര സ്വതന്ത്രരാണ്. ഒരു കാക്കക്ക് വേണമെങ്കിൽ നാം വില കൊടുത്തു വാങ്ങിയ നമ്മുടെ വീടും പറമ്പും നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ആ തെങ്ങിന്റെ മുകളിൽ കൂടുകെട്ടാം. അതിന് പഞ്ചായത്തിൽ പോയി അപേക്ഷ കൊടുത്ത് അംഗീകാരം വാങ്ങേണ്ടതില്ല. ആ പറമ്പിന്റെ ഉടമയായ നമ്മോട് ഒരു വാക്കുപോലും പറയേണ്ടതില്ല. കാക്കക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിന് കാക്കക്ക് വരണമെങ്കിൽ വിളിക്കപ്പെടണമെന്നില്ല. ഏത് കല്യാണത്തിന് പോകാം. ആരും എന്താ കാക്ക വിളിക്കാതെ വന്നത് എന്ന് വെച്ച് കാക്കയെ കളിയാക്കാറുമില്ല. നമ്മളെ വീട്ടിൽ ആലയിൽ കിടക്കുന്ന ആ പശുക്കുട്ടി, അതിന്റെ തള്ളക്ക് ഒരു ബേജാറുമില്ല. പടച്ചോനെ എന്റെ കുട്ടി വലുതായി വരികയാണല്ലോ, അതിനെ കെട്ടിച്ചു കൊടുക്കട്ടെ. എന്താ ഒരു ചിന്തയും നമ്മൾ ആലയിലെ പശുവിനില്ല. എന്താ കാരണം? അവർക്കൊന്നും നിയമക്കുരുക്കുകൾ എന്ന് പറഞ്ഞ ഒന്നില്ല. അവയെല്ലാം അല്ലാഹു പടച്ചത് നമുക്ക് വേണ്ടിയാണ്. എന്നാൽ മനുഷ്യൻ അങ്ങനല്ല. ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ, ഒരു രാത്രി അന്തി ഉറങ്ങണമെങ്കിൽ, ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ, വീട്ടിൽ അകത്തിരിക്കാനും പുറത്തിരിക്കാനും എല്ലാറ്റിനും നിയമങ്ങളുടെ ഒരു പെരുമാറ്റച്ചട്ടം മനുഷ്യനുണ്ട്. ഈ പെരുമാറ്റങ്ങളുടെ കുരുക്കിൽപ്പെട്ട മനുഷ്യൻ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി കഠിനമായി പ്രയാസപ്പെടുമ്പോൾ അവൻ ചിന്തിച്ചു പോകുകയാണ്, ഈ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ചാലോ. മനുഷ്യൻ മാത്രമല്ല ആത്മഹത്യ ചെയ്യുന്ന ജീവി. എന്തുകൊണ്ടാണ്? നമുക്കാണ് നിയമക്കുരുക്കുകളുള്ളത്. ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ മാനസിക വിഭ്രാന്തി മനുഷ്യനുണ്ടാകുന്നു. ആ മനുഷ്യന് ശാന്തിയും സ്വസ്ഥതയും തേടി കയറിച്ചെല്ലാനുള്ളത്, ജീവിതം തോറ്റോടുന്ന സമയത്ത് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ലിതസ്കുനൂ ഇലൈഹാ.
ആ കുടുംബത്തിലേക്ക് സമാധാനം തേടി ചെല്ലുമ്പോഴാണ്. ഇതാണ് മനുഷ്യരുടെ കുടുംബജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾ കുടുംബത്തിലേക്ക് കടക്കുന്നതോടെ, ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ അയാൾ സന്തുഷ്ടനായിരിക്കണം, സമാധാനമുള്ളവനായിരിക്കണം, പക്വതയുള്ളവനായിരിക്കണം, എല്ലാ അർത്ഥത്തിലും മാനസികമായ നില ഭദ്രമായവനായിരിക്കണം. ആ അർത്ഥത്തിലുള്ള ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറണമെങ്കിൽ കുടുംബത്തിന്റെ സംതൃപ്തമായ ഗമനത്തിനു വേണ്ടി ഇസ്ലാം മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളെ നമ്മൾ നന്നായി പരിഗണിക്കണം. ഒന്നാമതായി, കുടുംബം എന്ന് പറയുന്നത് ഒരു കൂട്ടു സംരംഭമാണ്. ഒറ്റക്ക് കുടുംബം ഉണ്ടാവില്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയ ഒരു ഭാര്യ, ഭർത്താവ്, അത് വികസിച്ച് മക്കൾ, അവരെ കല്യാണം കഴിച്ചാൽ പിന്നീട് മരുമക്കള്, പുതിയാപ്പളമാര്, അമ്മായിമ്മ, നാത്തൂന്, അമ്മോസൻ, ഇങ്ങനെ വൈവിധ്യമാർന്ന വൈപുല്യങ്ങൾ നമ്മുടെ കുടുംബത്തിന് രൂപപ്പെടുകയായി. ഇങ്ങനെയുള്ള ഒരു കൂട്ടു സംരംഭത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരാളെ ഇസ്ലാം നിശ്ചയിക്കുന്നുണ്ട്. ഇതാർക്കും ബോധ്യമാകുന്ന ഒരു മാനദണ്ഡം. ഇപ്പൊ നമ്മുടെ പള്ളി കമ്മിറ്റി 15 മെമ്പർമാരുള്ള ഒരു പള്ളി കമ്മിറ്റിയാണെങ്കിൽ എല്ലാ മെമ്പർമാർക്കും തുല്യ അവകാശമാണോ? അല്ല. ഒരാള് പ്രസിഡന്റാണ്. പ്രസിഡന്റിന്റെ അധികാരം മറ്റാർക്കുമില്ല. ഇതെല്ലായിടത്തും നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ മദ്രസ കമ്മിറ്റിക്കുണ്ട്, നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കമ്മിറ്റികൾക്കുണ്ട്, ഇതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിലുണ്ട്, പാർലമെന്റിലുണ്ട്, ഐക്യരാഷ്ട്രസഭയിലുണ്ട്. ഏതൊരു കൂട്ടു സംരംഭത്തിനും മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കാൻ ഒരു നായകൻ വേണം എന്നത് ശാസ്ത്രീയമായ ഒരു സംവിധാനമായി ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നു, കുടുംബത്തിന്റെയും ശരിയായ ഗമനത്തിന് ഒരാൾ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കണം. ഇതിലാർക്കും തർക്കമുണ്ടാവില്ല. ഇനി ആ നേതൃത്വം ആരെ ഏൽപ്പിക്കണം എന്നത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആധുനിക ഫെമിനിസ്റ്റുകൾ പറയും, അങ്ങനെ ഒരു നേതൃത്വത്തെ കുടുംബത്തിൽ ഞങ്ങൾ അംഗീകരിക്കൂല. ഇനി അങ്ങനെ വേണമെങ്കിൽ അത് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം എന്നും പറയാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കുക, ഒരു കുടുംബം എന്ന് പറയുന്ന കൂട്ടു സംരംഭത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള നേതൃത്വം ആവശ്യമാണെങ്കിൽ ആ നേതൃത്വം അതിന് കൂടുതൽ യോഗ്യതയുള്ളവരെ ഏൽപ്പിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആ യോഗ്യത ഉള്ളവൻ ആരാണ്? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅ്ദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. എല്ലാം പ്രകൃതിപരമായ നിയമങ്ങളാണ്. അല്ലാഹു പറയുന്നു, അർരിജാൽ, പുരുഷന്മാർ, ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകൾ ഉൾക്കൊള്ളുന്ന കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് പുരുഷന്മാരാണ്. അല്ലാഹു പറഞ്ഞു, പുരുഷന്മാരെ കൈകളിലായിരിക്കണം കുടുംബത്തിന്റെ മൊത്തം നേതൃത്വം. എന്നിട്ട് അല്ലാഹു ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്നോണം പറയാണ്, ഇസ്ലാമിക സിദ്ധാന്തം അനുസരിച്ച് നാട് ഭരിക്കേണ്ടതും ആണുങ്ങളാണ്, എന്നാല് കുടുംബമെങ്കിലും പെണ്ണുങ്ങൾക്ക് വിട്ടുകൊടുത്തൂടെ എന്നൊരു ചോദ്യം ഉണ്ടാവും. അതിന് അല്ലാഹു നേരത്തെ മറുപടി പറയാണ്, എന്തുകൊണ്ട് ആണുങ്ങളെ കുടുംബത്തിന്റെയും നേതൃത്വം ഏൽപ്പിച്ചു? കാരണം ബിമാ ഫളലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്, സ്ത്രീകൾക്കില്ലാത്ത കുടുംബത്തിന് നേതൃത്വം കൊടുക്കാൻ ആവശ്യമായ ഒട്ടേറെ കഴിവുകളും യോഗ്യതയും അല്ലാഹു പുരുഷവർഗത്തിനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പുരുഷന്മാർ കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത്. അത് ഖുർആന്റെ തന്നെ പല ഭാഗങ്ങളിലും ഹദീസുകളിലുമായി ആ യോഗ്യതകളെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആരോഗ്യമാണ്. കുടുംബം എന്ന കൂട്ടു സംരംഭത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒന്ന് ഏതാ? ആ കുടുംബത്തിന് ആവശ്യമായ സമ്പാദ്യങ്ങളൊക്കെ അധ്വാനിച്ചുണ്ടാക്കണം. അതിന് നല്ല കായികക്ഷമത വേണം, ആരോഗ്യമുണ്ടായിരിക്കണം. ആരോഗ്യമുള്ള ആൾ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ പെണ്ണുങ്ങൾക്ക് പോലും തർക്കമുണ്ടാകൂല. പുരുഷന്മാരെ അപേക്ഷിച്ച് ആരോഗ്യത്തിന്റെ വിഷയത്തിൽ പെണ്ണ് പിന്നിലാണ്. അല്ലേ? നിങ്ങൾ നോക്കൂ, സാധാരണ നമ്മൾ ബസ്സിൽ കയറിയാൽ പിന്നിലെ സീറ്റ് ഡോറിലൂടെ നമ്മൾ കയറിയാൽ ആദ്യം കാണും ഒരു സീറ്റ് അന്ധർക്ക്, പിന്നെ ഒന്ന് വികലാംഗർക്ക്, പിന്നെ മുതിർന്ന പൗരന്മാർക്ക്. ഇനി മുന്നിൽ കൂടെ കയറിയാലോ ഒരു 4-5 സീറ്റ് കാണാം ലേഡീസ്, പെണ്ണുങ്ങൾക്ക്. എന്താ ഇവിടെ ലേഡീസിനെ വികലാംഗന്മാരുടെ കൂട്ടത്തിൽ എണ്ണാൻ കാരണം? അന്ധന്മാരുടെ കൂട്ടത്തിൽ എന്ത് എണ്ണി, വയസ്സന്മാരുടെ കൂട്ടത്തിൽ എന്ത്? അവർക്കൊരു സംവരണം. അത് ലോകത്തിനറിയാം. പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീ അബലയാണ്. അവർക്ക് ബസ്സിൽ സീറ്റ് സംവരണം വേണം, പുരുഷന്മാർക്ക് ബസ്സിൽ ഒറ്റ സീറ്റുമില്ല.
പുരുഷന്മാർക്ക് സീറ്റില്ല, പെണ്ണുങ്ങൾക്ക് ഏത് സീറ്റിലും ഇരിക്കാം. ഇനി അവർക്ക് സംവരണം ചെയ്യപ്പെട്ട സീറ്റ് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇത് ലോകത്തിനറിയാം. ഇനി നോക്കൂ നിങ്ങൾ, ഇന്ന് പാശ്ചാത്യ നാടുകളിൽ പോലും സ്ത്രീയെ പുരുഷന്റെ ഒപ്പമെത്തിക്കാനുള്ള എല്ലാ പ്രോത്സാഹനവും നടക്കുന്നില്ലേ? എന്നാൽ അവിടെ പോലും നമ്മൾ കാണുന്നില്ല കായികക്ഷമത പ്രകടിപ്പിക്കുന്ന ഒരൊറ്റ മത്സരത്തിലും ആണും പെണ്ണും പരസ്പരം ഏറ്റുമുട്ടുന്നില്ല. ഫുട്ബോളിലെ, വോളിബോളിലെ, ക്രിക്കറ്റ് കളിയിലെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഹോക്കിയിലെ, അതുപോലെ ഗുസ്തി, ഏത് മത്സരം എടുത്തു നോക്കിയാലും പെണ്ണും പെണ്ണും തമ്മിലാണ് ഏറ്റുമുട്ടൽ. ആണും ആണും വേറെയാണ്. എന്തുകൊണ്ട്? സ്ത്രീ പുരുഷ സമ്പൂർണ്ണ സമത്വം അവകാശപ്പെടുന്ന പാശ്ചാത്യർ പോലും ആണിനോട് ഫുട്ബോൾ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പെണ്ണിനെ കോർട്ടിലേക്ക് ഇറക്കുന്നില്ല. എന്തുകൊണ്ട് ഗുസ്തിക്ക് ആണിനോട് ഏറ്റുമുട്ടാൻ പെണ്ണിനെ ഇറക്കുന്നില്ല? വിവരറിയും, അതുകൊണ്ടാണ് അല്ലേ? അപ്പൊ ലോകത്തിനറിയാം കായിക ബലത്തിൽ ആണും പെണ്ണും തുല്യരല്ല. അതാണല്ലോ പറയുന്നത്, ബിമാ ഫദ്ദലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്. സ്ത്രീകൾക്കില്ലാത്ത ഒരുപാട് കഴിവ് അള്ളാഹു പുരുഷന് കൊടുത്തിട്ടുണ്ട്. ആ ആരോഗ്യം ഉപയോഗിച്ച് അധ്വാനിച്ച് കുടുംബം പുലർത്തുന്നവനല്ലേ യഥാർത്ഥത്തിൽ കുടുംബത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്? അധ്വാനിക്കുന്നതും ചെലവാക്കുന്ന ഒക്കെ ഒരാള്, നേതൃത്വം വേറൊരാൾ എന്ന് പറഞ്ഞാൽ ഏത് പ്രകൃതിയാണ് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇനി രണ്ടാമത്, ബുദ്ധിപരമായി ആണാണോ പെണ്ണാണോ മുന്നിൽ? നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. അവിടെ നമ്മളെ പെൺകുട്ടികൾ പറയും, അത് വിടി, ആരോഗ്യം വേണം നിങ്ങൾക്ക് തരാ, ബുദ്ധി ഞമ്മക്കാണ്. എന്തേ കാരണം? ഈ അടുത്ത കാലം വരെ SSLCയുടെ റിസൾട്ടൊക്കെ വരാറുള്ളത് റാങ്ക് പരുവത്തിലായിരുന്നു. ഇപ്പൊ അത് മാറി. അന്നൊക്കെ നമ്മൾ പത്രങ്ങളിലെ ഫസ്റ്റ് ഹെഡിങ് എന്നെന്താ? റാങ്കുകളെല്ലാം പെൺകുട്ടികൾ തൂത്തുവാരി. അപ്പൊ ആർക്കാ ബുദ്ധി? നിങ്ങളെന്താ ആണുങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്നത്? അതിനെന്താ മറുപടി പറയാ? യഥാർത്ഥത്തിൽ ബുദ്ധിയുടെ മാനദണ്ഡം എന്താണ്? ഒരാൾക്ക് ബുദ്ധിയുണ്ടോ? അയാളുടെ ബുദ്ധി അളക്കാനുള്ള യഥാർത്ഥ അളവ് പോലെ ഏതാണ്? SLC പോലുള്ള ഒരു പരീക്ഷയല്ല, മറിച്ച് ദൈക്ഷണിക ശേഷിയാണ്. പുതിയ കാര്യങ്ങളെ ആലോചിച്ച് കണ്ടെത്താനുള്ള ക്രിയാത്മകമായ സക്രിയമായ ബുദ്ധിയാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധി. SSLC പോലുള്ള പരീക്ഷയിൽ നടക്കുന്നത് എന്താ? അത് ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള വിഷയങ്ങൾ, അതുപോലെ നോട്ടിലേക്ക് പകർത്തപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. എന്നാൽ അതിലെന്തുകൊണ്ട് ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾ മുന്നേറുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി, അത് പെൺ പ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടാണ്. നമ്മൾ സാധാരണ കാണാറില്ല, ചിലപ്പം ഇന്നലെ ഇന്ത്യ തോറ്റു ഹോക്കിയിൽ ചില പത്രങ്ങൾ അതിനെ വിലയിരുത്തിയതെന്താ? അമിതമായ ആത്മവിശ്വാസം. ഇതിനു മുമ്പ് പാകിസ്ഥാനെ തോൽപ്പിച്ചപ്പോൾ ഉണ്ടായ ധൈര്യം ഉണ്ടല്ലോ, ധൈര്യം കൂടിപ്പോയാൽ തോറ്റുപോകും. അങ്ങനെ ഉണ്ടൊരു തകരാറ്. ഇതേ സ്വഭാവമാണ് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ അപേക്ഷിച്ച് പേടി കൂടുതലാണ്, അവർക്ക് നാണം കൂടുതലാണ്, ഭയം കൂടുതലാണ്. ആൺകുട്ടികൾക്ക് ധൈര്യവും കൂടുതലാണ്, നാണം വളരെ കുറവാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ക്ലാസ്സിൽ നിന്ന് അധ്യാപകൻ ഒരു പദ്യം പഠിപ്പിക്കാൻ ഈണത്തിൽ ചൊല്ലിക്കൊടുത്തു. കുട്ടികൾ ആരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവർക്കും കളിയാണ്. അത് കഴിഞ്ഞ് പിന്നെ അവസാനത്തെ ഒരടവുണ്ട്, ഭീഷണിയാണ്. ഇനി നാളെ വരുമ്പോൾ ആ 21 വരി പദ്യം നിന്ന് ഇവിടുന്ന് ചൊല്ലി തന്നിട്ടില്ലെങ്കിൽ 101 തൊട്ട് ഏത്തടിക്കുന്ന അങ്ങനെ ചെവി പിടിച്ചിട്ടേ. ഈ ഭീഷണി കേൾക്കുമ്പം പെൺകുട്ടികളെ മനസ്സെങ്ങനെ പ്രതികരിക്കുക? പടച്ചോനെ, എന്നെ കൊണ്ടാവൂല, നാളെ ആൺകുട്ടികളെ മുമ്പിൽ വെച്ച് അങ്ങേ ക്ലാസ് നിന്ന് ടീച്ചറും കുട്ടികളൊക്കെ നോക്കി നിൽക്കെ 101 ഏത്തടുക, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നാണവും പേടിയും കാരണം വീട്ടിലെത്തിയ പെൺകുട്ടി അവൾ ഈശാ നിസ്കരിച്ച ഒരൊറ്റ ഇരുത്ത രാത്രി 1 മണി വരെ ഇരുന്ന് ചൊല്ലി ആ പദ്യാട് കാണാപ്പാടം പഠിക്കാൻ. നമ്മൾ ആൺകുട്ടികളെ പ്രതികരണം എന്താ? എന്ത് 101 ഏത്തം, ഈ ഉള്ളവൻ 9ൽ 10ലേക്ക് ജയിച്ചത് 1000 നേട്ടം എത്തതിന്റെ ശേഷമാണ്. ഇനി നമുക്ക് 101 എന്താ? ഓനൊരു കെട്ടെന്തും മട്ടലെടുത്ത് നേരെ പാടത്തുകാട് പോയി. ഓൻ 10 ഓവർ കളിച്ചു. പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യത, ഈ പദ്യം പൂരിപ്പിക്കാനാ? പെൺകുട്ടി പൂരിപ്പിച്ചു, ഓൾ റാങ്കും വാങ്ങിപ്പോയി. ഇതാണ് സാധാരണ പരീക്ഷയുടെ സ്ഥിതിയെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. ബുദ്ധി അളക്കേണ്ടത് ദൈക്ഷണിക ശേഷിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ ഇന്ന് ലോകത്ത് നമുക്ക് ഒരുപാട് നമ്മൾ അനുഭവിച്ചു. തീപ്പെട്ടി മുതൽ ഇന്റർനെറ്റ് വരേക്കുമുള്ള ഒരുപാട് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ബൗദ്ധിക ശേഷി ആണിൻ്റെതാണോ പെണ്ണിൻ്റെതാണോ എന്ന് അന്വേഷിച്ചാൽ 95% ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും പുരുഷന്മാരെ തലയിൽ ഉദിച്ചിട്ടുള്ളതാണ് എന്ന് നിഷ്പ്രയാസം നമുക്ക് കണ്ടെത്താൻ കഴിയും. അള്ളാഹു വെറുതെ പറയില്ല, ബിമാ ഫദ്ദലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്.
സ്ത്രീകൾക്കില്ലാത്ത ബുദ്ധി അള്ളാഹു പുരുഷന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ നോക്കൂ, ധൈര്യം, സ്ഥൈര്യം, നിയന്ത്രണശേഷി, ഇതൊന്നും പുരുഷന്റെ അത്ര പെണ്ണിനല്ല കൊടുത്തിട്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്നില്ലേ? മകനെ വിളിച്ച് മുഹമ്മദേ ഇങ്ങോട്ട് വാടാ, ഒരു 10 രൂപ മത്തി വാങ്ങിയ. ഉമ്മ മകനെ വിളിച്ച് പറഞ്ഞാൽ എന്താ മകന്റെ പ്രതികരണം? പ്ലീസ് ഉമ്മ, ഒരു 10 മിനിറ്റ് വിശ്രമിക്ക്, ഞാൻ ഒരു 5 ഓവർ എറിയട്ടെ എന്ന് പറയും. ഉമ്മ വിളിച്ചാൽ നാ വാപ്പ വിളിച്ചടാ മുഹമ്മദേ, ഓൻ വരുന്ന സ്പീഡ് കണ്ടു, ഞങ്ങള് ക്യാഷ് പിടിക്കാൻ വരുന്ന സ്പീഡിലായിക്കൂലേ. അങ്ങനെ വാങ്ങിപ്പോയി മത്തിയായിട്ട് തിരിച്ചു വന്ന് ഇനി എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിച്ചു. എന്തൊരു സജീവാണ്! എന്താ ഇതിന്റെ കാരണം? ആണിന്റെയും പെണ്ണിന്റെയും നിയന്ത്രണത്തിൽ വ്യത്യാസമുണ്ട്. സ്കൂളിൽ വെച്ച് നമ്മളൊക്കെ അത് അനുഭവിച്ചതല്ലേ? ടീച്ചർമാർ വരുമ്പോൾ കുട്ടിക്ക് തന്നെ സന്തോഷാണ്, മാച്ചിരുമ്പോൾ ലേശം ബേജാറാണ്. എന്താ കാരണം? നിയന്ത്രണത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധി കൂടുതലുള്ള, കായികക്ഷമത കൂടുതലുള്ള, ധൈര്യവും സ്ഥൈര്യവുമുള്ള, നിയന്ത്രണശേഷിയുള്ള പുരുഷൻ അവൻ കുടുംബത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കണം. ഇസ്ലാമിന്റെ മാനദണ്ഡമാണ്. കുടുംബത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് പുരുഷൻ പിന്നോട്ട് പോയാൽ ആ കുടുംബം ഒരിക്കലും സന്തുഷ്ട കുടുംബമാകുകയില്ല. നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ എല്ലാ വിഷയത്തിലും നമുക്ക് ഉപമകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പ്രത്യേകം പറഞ്ഞതാണ്, ഖുർആനിൽ ഞാൻ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പോലും പറയുന്നതിൽ എനിക്ക് നാണമില്ല. അതൊരു മൂട്ടയുടെ ഉദാഹരണം പറയുന്നത് പോലും എനിക്ക് നാണമില്ല എന്നൊരിടത്ത് പറഞ്ഞത് കാണാം. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പറഞ്ഞതോ, പരിശുദ്ധ ഖുർആനിൽ വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ. മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളിലും ഖുർആനിൽ ഞാൻ ഉപമ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ അല്ലാഹു സൂറത്തുൽ അൻകബൂത്തിൽ നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചും കുടിലിനെ സംബന്ധിച്ചും ഒരു ഉദാഹരണം പറഞ്ഞത് കാണാം. വ ഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത് ലൗ കാനൂ യഅലമൂൻ. വ ഇന്ന ഔഹനൽ ബുയൂത്, വീടുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നിന്ദ്യത അനുഭവിക്കുന്ന വീട്, ഒരു കുടുംബത്തിൽ ഏറ്റവും നിന്ദ്യമായ കുടുംബം അതേതാണ്? ലബൈത്തുൽ അൻകബൂത്, അത് ചിലന്തിയുടെ വീടാണ്. ലൗ കാനൂ യഅലമൂൻ, നിങ്ങൾ കാര്യങ്ങളെ അപഗ്രഥിച്ചു മനസ്സിലാക്കുകയാണെങ്കിൽ എന്നുകൂടി അല്ലാഹു ചേർത്ത് പറയുന്നുണ്ട്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ജീവശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രശാഖക്ക് അടിത്തറ പാകിയ പണ്ഡിതന്മാർ അവരാണ്. യൂറോപ്പിൽ കക്കയും ഞണ്ടും ഒക്കെ പെറുക്കി നടക്കുന്ന കാലഘട്ടത്തിലെ ബൃഹത്തായ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഈ ഭൂമിയിലെ ജീവജാലങ്ങളെ സംബന്ധിച്ച് മുസ്ലിം പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. അവര് പറയുന്നു, ചിലന്തി എക്കാലവും മനുഷ്യന്റെ ശ്രദ്ധയാകർഷിച്ച ഒരു ജീവിയാണ്. ആയിരക്കണക്കിന് ജാതിയും ഉപജാതിയും ഒക്കെ അതിലുണ്ട്. നമ്മുടെ നാടുകളിൽ പോലും വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തരം ചിലന്തി. എന്താണ് അതിന്റെ സവിശേഷത? അവയുടെ കൂട്ടത്തിലെ പെൺചിലന്തികൾ വല്ലാത്ത വണ്ണും വലുപ്പമായിരിക്കും. ആണുങ്ങളാണെങ്കിലോ പച്ച ക്ഷീണിച്ച ആരോഗ്യം കുറഞ്ഞ ചെറിയ സാധനങ്ങളും. അതുകൊണ്ട് തന്നെ ഈ പെണ്ണിനെ പേടിച്ചുകൊണ്ടാണ് ഭർത്താവായ ആൺചിലന്തി നടക്കുക. പെണ്ണയ്ക്ക് മുന്നിൽ നടക്കുക, മറ്റോ അങ്ങനെ ബാക്കിൽ ഇങ്ങനെ പോവാ ചെയ്യുക. എപ്പോഴും പേടി, ഓള് തിരിഞ്ഞവൻ പായി. ആ ജാതി ബേജാറിലാണ് ഇവരെ ജീവിതം. ഇനി സന്താനോൽപാദന പ്രക്രിയ പോലും അബദ്ധത്തിലോ അശ്രദ്ധയിലോ കഴിയുമ്പോഴാണ് സാധിപ്പിച്ചെടുക്കുക. അങ്ങനെ മുട്ടയിട്ട് കഴിഞ്ഞാൽ പെൺചിലന്തി എന്താ ചെയ്യുക? ഒരു വെള്ള പെട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുകൊടുക്കും. നമ്മളൊക്കെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാകുമ്പോഴൊക്കെ ഒരു പെട്ടിയായിട്ട് ഇങ്ങനെ നടക്കാണ്ടില്ല ചിലന്തി, അതാണ് ആള്. അത് പെൺചിലന്തിയാണ്. അതിന്റെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു ചാടിയാൽ ആദ്യമായി ഈ പെൺചിലന്തി ചെയ്യുന്ന വേല എന്താണ്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഈ കുട്ടികളുടെ പിതാവുമായ ആൺചിലന്തിയെ കൊന്നു തിന്നുന്നു. എന്നിട്ട് കുടുംബത്തിന്റെയും മക്കളുടെയും സമ്പൂർണ്ണ നിയന്ത്രണം പെണ്ണ് ഏറ്റെടുക്കുന്നു. ഇതുകൊണ്ടാണത്രേ അല്ലാഹു പറഞ്ഞത്, വ ഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്, ചിലന്തി ഭരിക്കുന്ന പെൺചിലന്തി ഭരിക്കുന്ന വീടാണ് ഏറ്റവും നിന്ദ്യതയുള്ള വീട്. അത് നമുക്കും പാഠമാണ്. നമ്മളുടെ ഇടയിൽ ചില കുട്ടികളൊക്കെ അങ്ങാടിയിൽ ഇറങ്ങി ഹറാം പറപ്പ് കളിക്കുമ്പം കാരണവന്മാര് പറയാം, അതങ്ങനെ ഉണ്ടാവൂ, അവിടെ ഓള കയ്യിലാ ഭരണം, ഓനൊരു പെങ്കൂസനാണ്. സഹോദരന്മാരെ, ആണുങ്ങൾ അവരുടെ ദൗത്യം മറന്നുപോയാൽ
നമ്മൾ കുടുംബം കൊണ്ട് കണ്ണീര് കുടിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ നമ്മുടെ മുമ്പിൽ വലിയ പ്രശ്നമുണ്ട്. ഒന്ന്, നമ്മൾ വിദേശികളാണ്, പലരും പ്രവാസികളാണ്, നാട്ടിലുണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യാ? കുട്ടീനെ നമ്മളെന്താ നോക്കൂ? ഓള് നോക്കല്ലാതെ. സഹോദര, നമുക്ക് അള്ളാഹു വിദേശത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിയപ്പോഴേക്ക് അതിന് പറ്റിയ ഉപകരണങ്ങളും സഹായങ്ങളും ഒക്കെ അള്ളാഹ് ചെയ്തു തന്നിട്ടുണ്ടല്ലോ. ഈ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുകയും നമ്മൾ എവിടെയായിരുന്നാലും നിയന്ത്രണവും കൺട്രോളും നമ്മുടെ തന്നെ കൈകളിലായിരിക്കണം. എല്ലാം ഭാര്യമാരെ ഏൽപ്പിച്ച് 2 കൊല്ലം കൂടുമ്പോ ഒന്ന് വന്ന് അതിന്റെ ആവശ്യമുള്ള ഡ്രാഫ്റ്റും പണമൊക്കെ അയച്ചു കൊടുത്താൽ നമ്മൾ കുടുംബം നിയന്ത്രിക്കുന്നവരാകുകയില്ല. എവിടെയായിരുന്നാലും നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത്. അതിനെന്താണ് ഗൾഫുകാർക്ക് മാർഗം? എല്ലാ കുട്ടികൾക്കും ഫോൺ ചെയ്യുക എന്ന് പറഞ്ഞത് സാധാരണ ശരാശരി ഗൾഫുകാരനെ സംബന്ധിച്ചിടത്തോളം പ്രയാസാണ്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കുന്നതിനേക്കാൾ ചെലവ് അവിടുന്ന് ഇങ്ങോട്ട് വിളിക്കാൻ. അങ്ങനെ എല്ലാവർക്കും ഫോൺ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു മാസത്തെ ശമ്പളത്തിന്റെ നല്ലൊരു ഭാഗം ഫോൺ കോളിന് വേണ്ടി പോകും. പിന്നെ എളുപ്പമുള്ള ഒരു മാർഗമുണ്ട്, അത് കത്തെഴുത്താണ്. പക്ഷേ മടിയന്മാരായ മലയാളികൾ ആ പരിപാടി നിർത്തിയത് കൊണ്ട് തന്നെ ഇപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിനെ പൂട്ടാൻ പോവുക. അവരൊക്കെ നിലനിൽക്കുന്നത് വേറെ ചില പണ ഇടപാടുകളിലൂടെയാണ്. ഇന്ന് പോസ്റ്റൽ സംവിധാനം തന്നെ നിലനിൽക്കുന്നത്. കത്തയക്കാൻ ആർക്കും താല്പര്യമില്ല. എഴുത്ത് എന്നത് മറന്നുപോയി. ഇതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം ചെറുതല്ല. ഇപ്പൊ സാധാരണ എന്താ ചെയ്യുക? ഒരാൾ ഗൾഫുകാരൻ ഭാര്യയെ വിളിച്ച് പറയും എല്ലാ സംഗതികളും, ഇതൊക്കെ വേണ്ട പോലെ ചെയ്യണേ, ഉപ്പാനോട് അത് പറഞ്ഞേക്ക്, ഉമ്മാനോട് ഇത് പറഞ്ഞേക്ക്, കുട്ടിക്ക് അത് ചെയ്ത് കൊടുക്ക്, ആ പൈസ അവിടെ കൊടുക്ക്, മറ്റേത് ഇവിടെ കൊടുക്ക് എന്ന് പറഞ്ഞ് ആ ബന്ധം തീരുകയാണ്. ഇത് പോരാ, ഒരു പൈസ പോലും ചെലവില്ലാതെ ദിവസവും എന്നോണം നമ്മളെ നാട്ടിലേക്ക് നമ്മളെ അടുത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട്. അവരെ കയ്യിൽ ഒരു കത്ത് എഴുതി കൊടുക്കാൻ നമ്മൾ മടി കാണിച്ചു പോകരുത്. സഹോദരന്മാരെ, കത്ത് എന്ന് പറയുന്നത് വല്ലാത്ത സ്വാധീനമുള്ള ഒരു വസ്തുവാണ്. ഇതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ ആദ്യമായി മനുഷ്യനെ വിദ്യാഭ്യാസം പഠിപ്പിച്ചതിന്റെ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് അല്ലാഹ്. അത് നമ്മൾ കളഞ്ഞു കുളിക്കരുത്. നിങ്ങൾ നോക്കൂ, നമ്മൾ ഭാര്യക്ക് സ്വന്തമായി കത്തെഴുതണം, ഉമ്മാക്ക് എഴുതണം, വാപ്പക്ക് എഴുതണം. ഓരോ കുട്ടികൾക്കും സെപ്പറേറ്റ് കത്തെഴുതുകയും ആ കത്തിൽ അവന് കൊടുക്കേണ്ട ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, പഠനകാര്യം, നിസ്കാരത്തിന്റെ കാര്യം, കൂട്ടുകെട്ടിനെ സംബന്ധിച്ച്, ഉമ്മയോടുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ച്, കലാലയങ്ങളിലുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മൾ എഴുതി അവനൊരു കത്തയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 100 തവണ അടുത്ത് വിളിച്ച് ഉപദേശിക്കുന്നതിനേക്കാൾ കത്ത് ഫലപ്രദമാണ്. കത്ത് നമ്മൾ സ്വകാര്യമായി വളരെ ശാന്തമായി വേറെ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ വായിക്കാൻ കഴിയുന്ന ഒരു സാധന. അതിന് വലിയ സ്വാധീനമുണ്ട് മനുഷ്യർക്കിടയിൽ. നമ്മളത് നിർത്തിക്കളയരുത്. അങ്ങനെ കുട്ടിക്ക് നിങ്ങളൊരു കത്തയച്ച അവന് നമ്മൾ 100 തവണ അടുത്ത് വിളിച്ച് ഉപദേശിക്കുന്നതിനേക്കാൾ കത്ത് ഫലപ്രദമാണ്. കത്ത് നമ്മൾ സ്വകാര്യമായി വളരെ ശാന്തമായി വേറെ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ വായിക്കാൻ കഴിയുന്ന ഒരു സാധന. അതിന് വലിയ സ്വാധീനമുണ്ട് മനുഷ്യർക്കിടയിൽ. നമ്മളത് നിർത്തിക്കളയരുത്. അങ്ങനെ കുട്ടിക്ക് നിങ്ങളൊരു കത്തയച്ച അവന് എന്തൊരു ഒരു അഭിമാനമായിരിക്കും. മദ്രസ പോകുമ്പോ ഇവൻ ഈ കത്ത് പുസ്തകത്തിൽ വെച്ച് പോവും, പകുതി പുറത്ത് കാണിച്ചുകൊണ്ടാ പോവാ. സദറുസ്താവ് ചോദിക്കും, എന്താണാ കത്ത്? അപ്പോൾ കുട്ടികളൊക്കെ നോക്കിയാ അതിലിപ്പം കത്തുങ്ങട്ട് ഊരിയാണ്. ഇത് എന്റെ ഉപ്പച്ചി അയച്ച കത്താണ്, ഇതാ മണക്കിലില്ലേ, ദുബായിന്ന് വന്നതാ. എന്താ കത്തിലുള്ളത്? അത് പൊളിച്ചിട്ടുണ്ടോ എന്ന് 100 നാവ് കൊണ്ടൊരു വായന. ഈ കുട്ടിക്ക് എന്ത് സന്തോഷമായിരിക്കും എന്നറിയോ? അങ്ങനെ നമ്മളെ നിയന്ത്രണം എവിടെയാണെങ്കിലും ഉണ്ടാവണം. എല്ലാം ഭാര്യമാരെ ഏൽപ്പിച്ച് വിട്ടേച്ചു പോകരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നവൻ അതിൽ പിന്നാക്കം പോയാൽ അത് വമ്പിച്ച പാതകമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇതാ കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ട പുരുഷന്മാർ അവരെങ്ങാനും അവന്റെ ആ നേതൃപദവി വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അവന് കുറ്റങ്ങളുടെ കെട്ടുവേണോ, വേറെ തെറ്റൊന്നും ചെയ്യേണ്ടതില്ല. അത് തന്നെ എമ്പാടും ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൗത്യത്തെക്കുറിച്ച് ബോധവാന്മാരായി അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ നേതൃത്വം എന്റെ കയ്യിലാണെന്നിപ്പം ആണുങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പൊ ചില ആൾക്കാരൊക്കെ കോളറൊക്കെ പൊക്കി കേൾക്കുന്നുണ്ടല്ലോ പാത്തുമ്മ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ അവിടെ കേട്ടോളുണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നവരുണ്ടാവും. എന്നാൽ ഈ നേതൃപദവി എന്ന് പറഞ്ഞാൽ നിയമം നിർമ്മിക്കാനോ അടിച്ചേൽപ്പിക്കാനോ എന്നുള്ള അധികാരമല്ല. അള്ളാഹു വെച്ച ചില ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ചുമലിൽ ഏൽപ്പിച്ചു എന്നതിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നാമതായി കുടുംബത്തിന്റെ നേതൃപദവിയുള്ളവന്റെ ബാധ്യത ആ കുടുംബത്തിന്റെ സമ്പൂർണമായ സാമ്പത്തിക ഉത്തരവാദിത്തം തന്നെയാണ്. അത് നമ്മൾ നന്നായി നിറവേറ്റണം.
അവർക്ക് താമസിക്കാനുള്ള വീട് അതെടുത്തു കൊടുക്കേണ്ടത് പുരുഷന്റെ ചുമതലയാണ്. അവർക്ക് ഭക്ഷണം വേണം, അതിന് ഇസ്ലാം മേൽത്തട്ടുകാരായും ഇടത്തട്ടുകാരായും താഴെ തട്ടുകാരായും സമ്പത്തിന്റെ കാര്യത്തിൽ ആളുകളെ വിഭജിച്ചിട്ടുണ്ട്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഓരോരുത്തരും കൊടുക്കേണ്ട അരിയുടെ അളവ് പോലും കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ പുറമെ ഇവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതുപോലെ തന്നെ വീടുണ്ടാക്കിയാൽ പോരാ, വീട്ടിലേക്ക് ആവശ്യമായ സർവഗൃഹോപകരണങ്ങളും വാങ്ങേണ്ടത് പുരുഷൻ തന്നെ. നമുക്കൊരു അലിഖിത നിയമമുണ്ടല്ലേ, എങ്ങനെങ്കിലും ഒന്ന് വാർത്ത് ഞാൻ കൂടുകയാണ് എന്ന് പറഞ്ഞാൽ ഓളെ പൊരക്കാര് എല്ലാ സാധനവും ചൂല് വരെ വാങ്ങിയിട്ട് പൊരയിൽ കൊണ്ടുവച്ചോളണം എന്നൊരു നിയമം ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. അത് ഇസ്ലാമിൻ്റെതല്ല. സ്നേഹത്തിന്റെ പേരിലും കുടുംബബന്ധം നിലനിർത്തണമെന്ന ആഗ്രഹത്തോടെയും ആരെങ്കിലും അങ്ങനെ കൊണ്ടുവരുന്നതിനെ തിരിച്ചയക്കൊന്നും വേണ്ട, സ്വീകരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ കൊണ്ടുവന്ന അളമറക്ക് വലുപ്പമില്ല, ഐക്കട്ടിലിന് വീതി പോരാ, ബെഡ് കട്ടിയില്ല, ഫ്രിഡ്ജ് വലുപ്പില്ല എന്നൊക്കെ പറയുന്നവൻ മാന്യനല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മളെ ചുമതലയാ. പെണ്ണുങ്ങൾക്ക് സാമ്പത്തികമായ ഒരു ചെലവും ഇസ്ലാം അവർക്ക് കൊടുത്തൊരു ചെലവേതാ? രോഗം വന്നാൽ ചികിത്സിക്കാൻ ഭാര്യയുടെ കയ്യിൽ സ്വത്തുണ്ടെങ്കിൽ ഭാര്യന്റെ ചികിത്സക്ക് ഒന്നാമതായി എടുക്കേണ്ടത് അവളെ സ്വത്താ. ഇല്ലെങ്കിൽ ഭർത്താവിന് നിർബന്ധമാണ്. അല്ലാത്ത ഒരു ചെലവും പെണ്ണുങ്ങൾക്കില്ല. അവളെ ഫിത്ർ സക്കാത്ത് പോലും പുരുഷൻ കൊടുക്കണം. അങ്ങനത്തെ ഒരു മതമുണ്ടോ വേറെ? എല്ലാം പുരുഷനെ ഏൽപ്പിച്ചു. ഇവിടെ നമ്മളൊരു ചോദ്യത്തിന്റെ മറുപടി കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ലാഹു പറഞ്ഞു, അനന്തരാവകാശ സ്വത്ത് വിഹിതിച്ചു കൊടുക്കുമ്പോൾ പെണ്ണിന്റെ ഇരട്ടി ആണിന് കൊടുക്കണം. അത് പെണ്ണിനോടുള്ള അവഗണനയല്ലേ എന്ന് ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ കൂട്ടി വായിച്ചാൽ മതി. നോക്കൂ നിങ്ങൾ, പെണ്ണിന് ഒരു ചെലവുമില്ലല്ലോ, എല്ലാ ചെലവും പുരുഷനെ ഏൽപ്പിച്ചു. ആ പുരുഷന്റെ തലയിൽ വെച്ച ഭാരങ്ങളുടെ അളവനുസരിച്ച് അവന് സമ്പത്ത് കടന്നു വരാനുള്ള സ്രോതസ്സും മതം കാണിച്ചു കൊടുക്കണ്ടേ? അതിന്റെ ഭാഗമാണ് ചെലവുകളൊക്കെ ഉള്ള പുരുഷന് സ്ത്രീക്ക് കൊടുക്കുന്നതിന്റെ ഇരട്ടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ന്യായക്കേടാ അതുള്ളത്? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹ് നീതി കൊണ്ട് കൽപ്പിക്കുന്നവനാണ്. പെണ്ണിന് ഒരിക്കലും ചെലവില്ല, എല്ലാം പുരുഷന്റെ ചുമതലയിലാണ്. മകളാകുമ്പോൾ വാപ്പ കൊടുക്കണം, പെങ്ങളാകുമ്പോൾ ആങ്ങള കൊടുക്കണം, അതുപോലെ തന്നെ ഉമ്മയാകുമ്പോൾ മകൻ കൊടുക്കണം, ഭാര്യയാകുമ്പോൾ ഭർത്താവ് കൊടുക്കണം. 4 ഘട്ടത്തിലും സ്ത്രീകളുടെ സംരക്ഷണം പുരുഷനാ. ഇനി ഇത് 4 നിലക്കും സംരക്ഷിക്കാൻ ആളില്ലാതെ വന്നാൽ ഒരു സ്ത്രീ അന്യാധീനപ്പെട്ടു പോകരുത്. അതുകൊണ്ട് പുരുഷന്റെ നേർപകുതി തീരെ സ്വത്തവകാശമില്ലാത്ത കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് നേടിക്കൊടുക്കുകയായിരുന്നു പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ചെലവുകളൊക്കെ കൊടുക്കുക. ഇതിനേക്കാൾ ഉപരിയായി ഒരു സ്ത്രീ, ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ സ്നേഹം കൊടുക്കുന്നിടത്താണ് ഒരാൾ ഭർത്താവ് എന്ന നിലയ്ക്ക് വിജയിക്കുന്നത്. ഭക്ഷണം കൊടുക്കലും വെള്ളം കൊടുക്കലും വസ്ത്രം വാങ്ങിക്കൊടുക്കലും ഒക്കെ വാപ്പക്കും നടക്കും, ആങ്ങളാർക്കും നടക്കും, മക്കൾക്കും നടക്കും. അതേ സമയത്ത് ഈ 3 കൂട്ടരിൽ നിന്നും ലഭിക്കാത്ത ഒരു സംഗതിയുണ്ട്. അതാ നേരത്തെ പറഞ്ഞലി തസ്കുനൂ ഇലൈഹാ, ജീവിത ചൂട് ഇറക്കി വെക്കാൻ, സാന്ത്വനത്തിന്റെ തുരുത്തന്വേഷിക്കുന്ന സ്ത്രീകൾക്ക് അത് നൽകാൻ ഭർത്താവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടൊരു ഭർത്താവ് എന്ന നിലക്ക് സമ്പൂർണ്ണ വിജയമാകണമെങ്കിൽ ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം അത് നന്നായി പഠിച്ചിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ നേതാവാണ്. എല്ലാ അർത്ഥത്തിലും മാതൃകാ പുരുഷനാ. അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാർ അതിന് സാക്ഷ്യപ്പെടുത്തി. റസൂലുള്ളാഹിനെ പോലെ സ്നേഹമുള്ള ഒരു ഭർത്താവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു, ഖൈറുക്കും ലിഅഹ്ലീകും വഅന ഖൈറുക്കും ലിഅഹ്ലീ. ഓ ജനങ്ങളെ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാന്യനാരാണെന്നറിയുമോ? ഖൈറുക്കും ലിഅഹ്ലീകും, കുടുംബത്തോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ്. നിങ്ങളെ ഈ പൊയിലൂരിൽ ഏറ്റവും നല്ല മാന്യനെ തെരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ഷൻ നടത്തി നോക്കുക. അവിടെ വോട്ട് ചെയ്യാൻ ആർക്കേ അവകാശമുള്ളൂ? ഓരോരുത്തരെയും തെരഞ്ഞെടുക്കാൻ അവരെ വീട്ടുകാർക്ക് അവകാശം. നമ്മളിപ്പോ അല്പം വലിയ ആളാണ്, ഇവിടുത്തെ നാടിന്റെ നെടുന്തൂണാണ്, മൂപ്പര് ഇവിടെ അല്ലെങ്കിൽ ആകാശം തന്നെ പൊട്ടിവിളരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പൊന്തിക്കുന്ന ആളായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ മാന്യനായിക്കൊള്ളണമെന്നില്ല. യഥാർത്ഥ മാന്യൻ ആരാണ്? കുടുംബത്തോട് ചോദിക്കുക, ഭാര്യയോട് ചെന്ന് ചോദിക്കുക, എങ്ങനെയുണ്ട് നിങ്ങളെ കുഞ്ഞിപ്പോക്കരാജി?
അപ്പൊ ഭാര്യ പറയാ, കുഞ്ഞിപ്പോക്കരാജ് 10-15 കൊല്ലായി ആ പുലിക്കോടന്റെ കൂടെ ഞാനായിട്ടാ കഴിഞ്ഞ്, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളാണെങ്കിൽ എന്തെങ്കിലും ഇട്ടെറിഞ്ഞ് പോകുമായിരുന്നു. ഇങ്ങനെ പൊട്ടിത്തെറിക്കാണോ? ഞമ്മളെ നാട്ടിന്റെ പ്രസിഡന്റ് അല്ല, ഇനി എന്താക്കിയിട്ടും കാര്യമല്ല, അയാള് മാന്യനല്ല. അതേ സമയത്ത് കുഞ്ഞവറാജാജിനെ പറ്റിയതാ കുഞ്ഞാമിനെ പറയുന്നു, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, എന്തൊരു നല്ല മനുഷ്യനാണ്. അത്ര നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ ഒരിക്കലും ഞാൻ യോഗ്യയല്ല, അള്ള തന്ന നിയമത്തിനല്ലാതെ എന്ത് പറയാനാ, തൊള്ളേ കൈയിട്ട കടിക്കൂലെന്ന് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇവൾക്ക് 100 നാവാണ് ഭർത്താവിനെ പുകഴ്ത്താൻ. എങ്കിൽ അയാൾ ഈ നാട്ടിലെ ഒരു സ്ഥാനത്തുമില്ലെങ്കിലും നിങ്ങളെ കുടുംബത്തോട് മാനമായി പെരുമാറുന്ന അദ്ദേഹമാണ് മാന്യനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അള്ളാന്റെ റസൂൽ ഇത് പറയുക മാത്രമല്ല, അവിടുന്ന് ആധികാരികമായി അവകാശപ്പെട്ടു, വാന ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബത്തോട് മാനമായി പെരുമാറുന്നവൻ ഞാനാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എത്ര തിരക്ക് പിടിച്ച നേതാവാണ്, ഏറ്റവും വലിയ ഡ്യൂട്ടിയല്ലേ പ്രവാചകത്വ പദവി. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സർവ്വ മനുഷ്യർക്കും ആവശ്യമായ ദീനുൽ ഇസ്ലാമിന് എത്തിച്ചു കൊടുക്കുക എന്നത് ചില്ലറ വിഷയമല്ല. ഇതുകൊണ്ടാണ് ഹിറാ പർവ്വതത്തിൽ വെച്ച് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ റസൂലിക്ക് സന്ദേശം കൊടുത്ത അന്ന് വിറച്ചുപോയി, പനി പിടിച്ച്. എന്തുകൊണ്ടാണ് റസൂലുള്ള പേടിച്ച് വിറച്ചത്? ജിബ്രീലിനെ കണ്ടു ഭയന്നതായിരുന്നില്ല, മറിച്ച് ഇസ്ലാം എന്ന മതം ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കുക എന്ന വമ്പിച്ച ഭാരത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് അവിടുന്ന് പേടിച്ചു പോയത്. ആ നേതാവിന് എന്തൊക്കെ ഡ്യൂട്ടി വേറെയുണ്ട്. ഒരു വലിയ രാഷ്ട്രത്തിന്റെ സർവാധിപനാണ്, അവിടുത്തെ സൈന്യാധിപനാണ്, ചീഫ് ഖാദിയാണ്, ആ പള്ളിയിലെ ഖത്തീബാണ്, ഇമാമാണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും തലവനാണ്. ഇങ്ങനെ തിരക്ക് പിടിച്ച ആ റസൂലുള്ളാഹി തങ്ങൾക്ക് ഒന്നിലധികം കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്. എന്നിട്ട് പോലും ഒരു കുടുംബാംഗത്തെ വേദനിപ്പിക്കാതെ എല്ലാവർക്കും അർഹിക്കുന്ന വിധത്തിൽ സ്നേഹം പകർന്നു കൊടുക്കാൻ തിരുനബിക്ക് സാധിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഈ തിരക്കുകൾക്കിടയിൽ അള്ളാന്റെ റസൂൽ അങ്ങാടിയിൽ പോകും, ചന്തയിൽ പോയി വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി സ്വന്തം തോളത്ത് വെച്ച് വീട്ടിലേക്ക് നടന്നു വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ റസൂലുള്ളാഹിന്റെ വിനയം. നമ്മളൊക്കെ കാലക്കേടിന് ഗൾഫിലെത്തിപ്പോയി. അങ്ങനെ എത്തിയിട്ട് നാട്ടിലേക്ക് വരുമ്പം ഒരു കുപ്പായം മുടങ്ങണ പാന്റും ഒരു ബനിയനും ഒരു വാച്ചും ലേശ അത്തറും പരട്ടിയിട്ട് ഇറങ്ങിയാൽ നമ്മളെ കൈകൊണ്ട് മീൻപൊതി തൊട്ട ഞാൻ മീൻതോട്, ഞാൻ ഗൾഫുകാരൻ. മണ്ണെണ്ണന്റെ ക്യാമ്പ് പിടിച്ചാലോ പിന്നെ അധസ്ഥിത വിഭാഗത്തിൽ പെട്ടുപോകും. റേഷൻ ഷാപ്പിൽ നിന്ന് അരി വാങ്ങാന്ന് പറഞ്ഞാലോ സമുദായത്തിൽ നിന്ന് പുറത്തായി പോകും. ഞമ്മക്ക് ഇങ്ങനത്തെ ഒരു തോന്നല. വീട്ടിലേക്ക് നമ്മൾ മത്തി വാങ്ങിക്കൂടാ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാങ്ങി കൊണ്ടുപോയി. അതൊക്കെ ആരോ വാപ്പ കൊണ്ടോട്ടെ, വാപ്പ അതിനുള്ള ആളാ. മണ്ണെണ്ണ വാങ്ങേണ്ട ആള് വാപ്പ, കുട്ടീനെ ആശുപത്രി കൊണ്ടുപോകേണ്ട ആള് വാപ്പ. കുടുംബനാഥനാണെങ്കിൽ കുടുംബനാഥൻ എന്ന വിധാനത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറാവണം. അവിടെ അഹങ്കാരം മനസ്സിൽ വെച്ച് ഞാനെങ്ങനെ കുട്ടികളെ കൊണ്ട് ആശുപത്രി പോകുക, ഞാനെങ്ങനെ മണ്ണെണ്ണ വാങ്ങുക, ഞാനെങ്ങനെ മീൻ വാങ്ങുക, ഈ ചിന്ത ഒന്നും ഉണ്ടാകരുത്. റസൂലുള്ളാഹിന്റെ തോള് വെക്കുകയാണ്, എന്നിട്ട് വീട്ടിലേക്ക് നടക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അള്ളാന്റെ ഹബീബ് വീട്ടിലെത്തിയാൽ അടുക്കളയിലേക്ക് അവിടുന്ന് കടന്നു വരും. മാംസം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നബി തിരുമേനി മാംസം കഷ്ണിച്ചു തരാറുണ്ട്. നോക്കൂ നിങ്ങൾ, അടുക്കളയിൽ വന്ന് മീൻ മുറിച്ചു കൊടുക്കുന്ന നേതാവ്, ഇറച്ചി മുറിച്ചു കൊടുക്കുന്ന നേതാവ്, അതുപോലെ പച്ചക്കറി അരിഞ്ഞു കൊടുക്കുന്ന നേതാവ്. എന്തിനാണ് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പെരുമാറിയത്? പ്രിയപ്പെട്ടവരെ, അരി നിങ്ങൾ ചാക്കിൽ ഇറക്കിട്ട് കൊടുക്കുന്നതിലല്ല കുടുംബത്തിന്റെ സന്തോഷമുള്ളത്. ഗൾഫിൽ ചെന്ന് വീട്ടിലേക്ക് പണം അയച്ചു കൊടുക്കുന്നതിൽ മാത്രമല്ല കുടുംബത്തിന്റെ സന്തോഷമുള്ളത്. നമ്മുടെ ഭാര്യമാരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജീവിതത്തിന്റെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് കുടുംബ ജീവിതത്തിന്റെ സന്തോഷം നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നത്. അവിടെ നമ്മൾ ഒരിക്കലും തരം താഴുകയല്ല, അത് ഭാര്യമാരോടുള്ള കടമയിലും അവർക്ക് നൽകുന്ന സ്നേഹത്തിന്റെ പ്രായോഗിക രൂപത്തിലും പെട്ടതായാണ് ഹബീബായ തിരുനബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹ് നമുക്കും തൗഫീഖ് നൽകട്ടെ. അവസരങ്ങൾ കണ്ടെത്തണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരക്ക് പിടിച്ച ആളാണ്.
എന്നാലും കിട്ടുന്ന അവസരങ്ങൾ ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ അവിടുന്ന് ഉപയോഗപ്പെടുത്താറുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞു, ഒരിക്കൽ നബി തങ്ങൾ വിദേശയാത്ര നടത്തുമ്പോൾ സാധാരണ ചെയ്യാറുള്ളത്, ഞങ്ങൾ ഭാര്യമാരൊക്കെ പേരിൽ നറുക്കുണ്ടാക്കിയിട്ടിടും. ആർക്കാണോ നറുക്ക് കിട്ടുന്നത് ഓല കൂടെ കൂട്ടും. ആർക്കും വിഷമമാണ്ടല്ലോ, എല്ലാവരും കൂട്ടാൻ പറ്റാത്ത യാത്ര ആണെങ്കിൽ അങ്ങനെ പോകാറുണ്ട്. അങ്ങനെ ഒരിക്കൽ എന്റെ കല്യാണം കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭാഗ്യം കിട്ടി റസൂലുള്ളാഹിന്റെ കൂടെ പോകാൻ. അപ്പൊ ആദ്യത്തെ യാത്രയാണ്. സ്വഹാബത്ത് ധാരാളം ഉണ്ട്. അവരിങ്ങനെ മുന്നിൽ നടന്നു കുറെ അങ്ങെത്തി. ഞങ്ങൾ പലതും പറഞ്ഞ് വളരെ വയ്യിലായിപ്പോയി. ആ അവസരം ഉപയോഗിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, ആയിഷ നീ നല്ല ഓട്ടക്കാരി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒന്ന് മത്സരിച്ചു നോക്കല്ലേ എന്ന്. ഞാൻ റെഡിയാണെന്ന് ആയിഷ. അങ്ങനെ സ്വഹാബത്ത് കുറെ മുന്നിലെത്തിയല്ലോ. അപ്പൊ അവര് കാണുന്നുമില്ല. അപ്പൊ പിന്നിൽ നിന്ന് മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. രണ്ടുപേരും ഓടുകയാണ്. ഓടി സ്വഹാബത്തിന്റെ തൊട്ടടുത്തെത്തുന്നു. ആദ്യം മുന്നിലെത്തിയത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി ജയിച്ച സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. അന്ന് വലിയ പ്രായമില്ല. അങ്ങനെ യാത്ര കഴിഞ്ഞ് കുടുംബത്തിലെത്തിയപ്പോൾ ഇതെല്ലാവർക്കും നല്ല സന്തോഷകരമായ ഒരു തമാശയായി അനുഭവപ്പെട്ടു. കാലങ്ങൾ പിന്നെയും മുന്നോട്ട് നീങ്ങി. മറ്റൊരിക്കൽ കൂടി ഇതുപോലെ യാത്രക്ക് നറുക്കിട്ടപ്പോൾ ആയിഷ ബീവി പറയുന്നു, എനിക്ക് ഭാഗ്യമുണ്ടായി. ആ യാത്രയിലും ഇതുപോലെ സ്വഹാബത്ത് മുന്നിലെത്തി. നബിതങ്ങൾ എന്റെ ആ പഴയ യാത്രയുടെ അനുഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, ആയിഷ അന്ന് പണ്ട് നമ്മളൊരു ഓട്ട മത്സരം നടത്തി, നിനക്ക് ഓർമ്മല്ലേ? ഞാൻ തോറ്റുപോയ മത്സരം ഓർമ്മണ്ട്, ഇനിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നിവൃത്തിയില്ലല്ലോ, കഴിഞ്ഞ ഞാൻ ജയിച്ച സ്ഥിതിക്ക് ഇനി എന്തായാലും കൂടണ്ടേ. അപ്പൊ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഓടി. പക്ഷേ ഇത്തവണ ഞാൻ തോറ്റുപോയി. അതിന് കാരണമുണ്ട്. അന്ന് ഞാൻ തടിയില്ലാത്തൊരു പെൺകുട്ടിയാണ്. ഇന്ന് ഞാൻ വല്ലാതെ വണ്ണം വെച്ചുപോയി. അതുകൊണ്ടാണ് ഓടിയിട്ട് നീങ്ങിയില്ല. റസൂലുള്ളാഹി വിജയിച്ചു. എന്നെ പിടിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ആയിഷ അന്ന് തോൽപ്പിച്ചതിന്റെ മധുരമായ പ്രതികാരമാണ്. റസൂലുള്ളാഹി കിട്ടിയ അവസരങ്ങൾ ഭാര്യമാരോട് സന്തോഷകരമായ പെരുമാറ്റത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നു. കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരാണിക്കല്ലാണ് വൃത്തിയും ശുദ്ധിയും എന്നത് വിസ്മരിക്കരുത്. ഇണയും തുണയുമായി കഴിയുമ്പോൾ നമ്മൾ ഒറ്റക്കല്ല ഉറങ്ങുന്നത്, ഒറ്റക്കല്ല ഇരിക്കുന്നത്. ഒന്നിച്ചുള്ള ഇരുത്തത്തിൽ സാമൂഹ്യ ബോധം നമ്മെ നന്നായി അലട്ടണം. അതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യമാരെ മുമ്പിൽ സമ്പൂർണ്ണ വൃത്തിയും ശുദ്ധിയും പാലിച്ചിരിക്കണം. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതാ ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ ഒരു സഹോദരി, ഒരു യുവതി തന്റെ യുവാവായ ഭർത്താവിനെയും കൂട്ടി പതുക്കെ മഹാനവറുകളുടെ കോടതിയിലേക്ക് വന്നു. ഈ ഭർത്താവിനെ കണ്ടു നോക്കുമ്പോ എന്താ കോലം? അദ്ദേഹത്തിന്റെ തലയിൽ മുടിയൊന്നായിട്ട് വളർന്ന് 4 ഭാഗത്തും തൂങ്ങിയിട്ടുണ്ട്. നെറ്റിയും കണ്ണൊന്നും കാണുന്നില്ല. അതുപോലെ മീശ കൊണ്ട് വളർന്നിട്ട് വായ കാണുന്നില്ല. ചില ആൾക്കാർക്ക് കണ്ടല്ലോ, നമ്മൾ ജ്യൂസ് വാങ്ങിക്കൊടുത്ത് നമ്മൾ ഇറങ്ങാറാവും. കരിമ്പിൻ ജ്യൂസ് അരിച്ച് അരിപ്പ പോലെ ഉണ്ടാവും. പോലെ മീശമ്മല അത് ഒന്നായിട്ടുണ്ടാവും. തൊള്ളയിലേക്ക് മീൻ ഇറങ്ങാൻ പാടില്ല. ഇയാളെ നഖമൊക്കെ നീണ്ട് ചളി പുരണ്ട് കുപ്പായത്തിലൊക്കെ ചേറ് പിടിച്ച് ഇങ്ങനെയാണ് ഭർത്താവിന്റെ കോലം. ഭാര്യ ഉമർ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ നോക്ക്, ഇയാളും ഞാനും ഇത്രേ കേസുള്ളൂ, ഇയാളും ഞാനും ഇതെങ്ങനെ യോജിക്കും? നിങ്ങളൊന്ന് പറയാം, എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കി തരൂന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ സംഗതി പിടികിട്ടിയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല നിങ്ങൾ എന്ത് ചെയ്തു? ഈ ചെറുപ്പക്കാരനെ അങ്ങോട്ട് വാങ്ങാൻ പതുക്കെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടേ, ഭാര്യന്റെ മുമ്പിൽ വെച്ച് ചീത്ത പറഞ്ഞിട്ടൊന്നുമില്ല, വളരെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ചോദിച്ചു, മോനെ നീ വീട്ടിലേക്ക് വരുമ്പം നിന്റെ ഭാര്യ നല്ല വസ്ത്രം ധരിച്ച് വൃത്തിയോടെ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് നിനക്ക് താല്പര്യമുണ്ടോന്ന്? അപ്പോഴത് പിന്നല്ലാതെ താല്പര്യമില്ല അതൊക്കെ. അപ്പൊ നിന്റെ ഭാര്യ ഒരു മനുഷ്യൻ തന്നെ അല്ലേ? അതെയാണ്. അപ്പൊ ഓൾക്കും ഇതേ താല്പര്യം ഉണ്ടാവൂലേ? ഓക്ക് അങ്ങനെ ഉണ്ടാവോ? ഓക്കുണ്ടാവും ചങ്ങായിയെ, ഓളൊരു മനുഷ്യൻ തന്നെ അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഈ കോലൊക്കെ ഒന്ന് മാറണം, മുടിയൊന്ന് വെട്ടിച്ച് നല്ല തുണിങ്കുപ്പായൊക്കെ ഒന്ന് ധരിച്ച് നഖമൊക്കെ ഒന്ന് മുറിച്ചൊന്ന് വൃത്തി വരുത്തണം. അദ്ദേഹത്തെ നന്നായി ഉപദേശിച്ചു കൊടുത്തു. ഉടനെ തന്നെ ഒരു ചുരകനെ വിളിച്ച് അതൊക്കെ റെഡിയാക്കി കുളിച്ച് പുതിയ ഉടയാടകളും ധരിപ്പിച്ച് മണിക്കൂറിന് ശേഷം അതാ അമീറുൽ മുഅ്മിനീൻ ഈ ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് നടന്നു വരുന്നു. ഭാര്യ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞപാട് ഈ ചെറുപ്പക്കാരൻ ചെന്ന് ഭാര്യയുടെ കൈ പിടിച്ചപ്പോൾ അവളൊരൊറ്റ കുതറലാണ്. കുതറിയിട്ട് ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീന്റെ മുമ്പിൽ വെച്ച് ഒരന്യ പെണ്ണിനെ കേറി പിടിക്കുകയാണോ? എന്താ നിനക്ക് നാണമില്ലേ? കഅന്നഹാ ലം തഅരിഫുഹു,
ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണ്? ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനെ തിരിച്ചറിഞ്ഞില്ല. അത്ര ആള് മാറിപ്പോയി. നേരത്തെ വരുമ്പോണ്ടായതിനെ കോല ആകെ മാറി. അതുകൊണ്ട് അന്യ പെണ്ണിനെ പിടിക്കാണെന്ന് വെച്ചിട്ട് കൊതറിയത്. പിന്നമായി പെരുമാറണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വൃത്തിയും ശുദ്ധിയുമെന്ന് അവിടുന്ന് ക്ലാസ് കൊടുക്കുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, സ്ത്രീകൾക്കൊരു താല്പര്യം ഉണ്ടാവും നല്ല വസ്ത്രമൊക്കെ ധരിച്ച് തന്റെ ഭർത്താവിനെ കാണാൻ. നമ്മൾ ആണുങ്ങൾ എന്താ ചെയ്യുക? ഏതെങ്കിലും യാത്ര പോകാനാണെങ്കിൽ നല്ല ടിപ് ടോപ്പിൽ കുട്ടപ്പനായി ഒക്കെ റെഡിയാണ്. വീട്ടിലേക്ക് വരികയാണെങ്കിലോ അത് ബസ് ഇറങ്ങുമ്പോഴേക്ക് തന്നെ കുപ്പായത്തിന്റെ കുടുക്ക് കഴിച്ചു, പറമ്പക്ക് കയറിയ കുപ്പായം കഴിച്ചു, വീട്ടിലേക്ക് കയറിയ എല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു തെങ്ങുമ കയറുന്ന യൂണിഫോമാണ് പൊരന്റെ ഉള്ളിൽ പലർക്കും ഉണ്ടാകാറുള്ളത്. ഭാര്യമാർക്കുള്ള ഒരു പൂതി തന്റെ ഭർത്താവിനെ ഒന്ന് ഉഷാറായിട്ട് കാണാന്. അപ്പൊ അതിനനുസരിച്ചൊക്കെ നിന്നു കൊടുക്കുക എന്നത് നല്ല കുടുംബജീവിതത്തിന് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ ആ ഭാഗം നീട്ടുന്നില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് വലിയ റോള് കുടുംബത്തിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന, നിങ്ങളെ മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്ന പുരുഷന്മാർ, അവരുടെ എരിഞ്ഞു പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിന് സാന്ത്വനത്തിന്റെയും സ്നേഹത്തിന്റെയും എല്ലാം നൽകി അവർക്ക് സമാധാനം കൊടുക്കുക. ഇതാണ് ഒരു ഭാര്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബത്തിലെ ദൗത്യം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, സ്വഹാബാ, നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിലും നിങ്ങളെ കൂടെ താമസിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഭാര്യമാരെ ഞാൻ പരിചയപ്പെടുത്തട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു തരി നബിയേ.